ഹലോ, ഗുഡ് മോർണിംഗ്. എന്താ പറയുക, ഇന്നിപ്പോൾ കോഴിക്കോട് പോകുന്ന കുറച്ച് വിശേഷങ്ങളാട്ടോ. മോൻ്റെ വിദ്യാരംഗം പരിപാടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അതിൽ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാറൊന്നും എടുത്തിട്ടല്ല കേട്ടോ പോയത്, ഓട്ടോയിലാണേ പോകുന്നത്. അപ്പം അങ്ങനെ മോനേട്ടൻ ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങി വരാൻ കുറച്ച് പണി. അപ്പം അവൻ കണ്ടോ ഓരോ ഗോഷ്ടി കാണിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. ഇനിയിപ്പം മോഹൻലാലായിട്ട് അഭിനയിക്കുകയാണ്. മോഹൻലാൽ ഇങ്ങനെയാണ് നടക്കുക എന്ന് പറഞ്ഞ ഒരു ഭാഗം ചെരിഞ്ഞിട്ടൊക്കെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൻ അതും പറഞ്ഞ് നടന്ന്, പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ചെറിയ റോഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കണം കേട്ടോ. അപ്പോൾ അതുവേണ്ടി അവൻ മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെ കളിക്കാൻ പറ്റുമോ അതൊക്കെ കളിക്കുന്നുണ്ട്. തലേന്ന് ദിവസം ഛർദിയായിട്ട് പരിപാടിയൊന്നും മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, നിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കടാ, ഒന്ന് വീഡിയോ എടുക്കടാ പറഞ്ഞപ്പോൾ അവൻ എനിക്ക് എടുത്തു തന്നതാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ചെറിയ റോഡിലെത്തി. പിന്നെ കോഴിക്കോടേക്ക് ഓട്ടോറിക്ഷ വിളിച്ചു കേട്ടോ. രാവിലെ നേരത്തെ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രകൃതി സുന്ദരമായ വയലുകളും കുളങ്ങളും ഒക്കെ കടന്ന് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്താനായിട്ടോ. കോഴിക്കോട് വരെ ഓട്ടോറിക്ഷ തന്നെയാണ് കേട്ടോ പോകുന്നത്. രാവിലെ ഭയങ്കര തിരക്കായിരിക്കും, ബസ്സിന് കാർ എടുത്താലും ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഓട്ടോ പിടിച്ചിട്ട് പോയത്. 9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ മോന് വയ്യായിക ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഓട്ടോറിക്ഷ വിളിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ അങ്ങനെ പോകാൻ കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എരഞ്ഞിപ്പാലെത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ എരിഞ്ഞിപ്പാലം എല്ലാ സ്ഥലത്തും ബ്ലോക്കൊക്കെയാണ്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്രൗഡൻസ് സ്കൂളിലെത്തി. ഇവിടെ വെച്ചിട്ടാണ് ഇവൻ്റെ വിദ്യാരംഗം പരിപാടി. അപ്പോൾ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയതെന്ന് പറയും. അത്രയും ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇവനൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ആ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. സ്കൂളൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഹാളിലേക്ക് കയറിയിരുന്നു കേട്ടോ. ഇവിടെയാണ് ഇവൻ്റെ നാടൻ പാട്ട് നടക്കുന്നത്. പല സ്ഥലങ്ങളിലായിട്ടാണ് കേട്ടോ. കാവ്യാലാപനുണ്ട്, കഥാരചനുണ്ട്, ചിത്രരചനുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. ഇവൻ്റെത് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നാടൻ പാട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, അപ്പോഴേക്ക് പിന്നെ കുറേശ്ശെ കുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ട്. ഇതാണ് ഇവർക്ക് ക്ലാസ് എടുത്ത ശില്പശാല നടത്തിയ അനീഷ് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സാറ്. നല്ല സാറായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്കും പിന്നെ ഞങ്ങളെപ്പോലെ രക്ഷിതാക്കൾ പോയിരുന്ന ഞങ്ങൾക്കും നാടൻ പാട്ടിനെ പറ്റിയിട്ടും എന്തിനെ പറ്റിയിട്ടും ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടോ. ഇപ്പോൾ വാമൊഴിപ്പാട്ടുകൾ, വരമൊഴിപ്പാട്ടുകൾ, നമുക്കറിയില്ല. നമ്മളെല്ലാ പാട്ട് കേട്ടാലും ഏകദേശം അങ്ങനെ ഒരു പാട്ട് കേട്ടാൽ നാടൻ പാട്ടാണെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾക്ക് അതൊന്നും അല്ല നാടൻ പാട്ട്. ഏതാണ് ശരിയായ നാടൻ പാട്ട് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്തു. അതിനും പോരാഞ്ഞു ഒരുപാട് നല്ല 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 പാട്ടുകളും നാടൻ പാട്ടുകൾ പാടുകയും കുട്ടികളൊക്കെ നല്ല നല്ല രസമായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലാസ്. ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ടീ ബ്രേക്ക് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ടീ ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ല ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഒന്നാമത് പ്ലേറ്റൊക്കെ എടുത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ. അപ്പോൾ ചോറും 2 തരം കറികളും പിന്നെ പച്ചക്കറി വിഭവങ്ങളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായി. പിന്നെ ഉപ്പേരിയും മോരും രസവും അങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇത് തന്നെ ക്ലാസ് തന്നെയാണ് ഞാൻ കൂടുതൽ കാണിക്കുന്നത്. കാരണം ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളെ കൊണ്ട് സാറ് ഓരോ 3 ക്വസ്റ്റ്യൻ കൊടുത്ത് അത് എഴുതിപ്പിക്കുന്നുണ്ട്. എന്താണ് നാടൻ പാട്ട് ഇഷ്ടമാവാൻ കാരണം, എന്താണ് നാടൻ പാട്ടിൻ്റെ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ അതിൻ്റെ ഇടയിൽ ആ സാറ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികൾ എഴുതുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ട്. പിന്നെ പാട്ട് അസാധ്യ പാട്ടാണ് കേട്ടോ. എന്താ പാട്ടെന്ന് പറയാൻ പറ്റില്ല. സാറിൻ്റെ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി തുള്ളിപ്പോവുക. വെച്ചാൽ നമ്മൾ ഇരുന്ന നാടൻ പാട്ട് പൊതുവേ കേട്ടാൽ തന്നെ നമുക്കൊരു ഇളക്കമായിരിക്കുമല്ലോ. അതന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിനുക്കുട്ടൻ പാടി കേട്ടോ. വിനുക്കുട്ടൻ ബാത്തമ്മ എന്നുള്ള പാട്ടാണ്. ഇതൊക്കെ എനിക്ക് കേൾപ്പിക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ കോപ്പിറൈറ്റ് ആവുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഈ സാറിൻ്റെ പാട്ടായാലും എൻ്റെ മകൻ്റെ പാട്ടായാലും ഒന്നും ഞാൻ കാണിക്കാത്തത്. കുട്ടികളൊക്കെ നല്ല അസലായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടുകളൊക്കെ കേൾപ്പിക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും കോപ്പിറൈറ്റിനെ പേടിച്ചിട്ടാണ് ഞാനിതൊന്നും കാണിക്കാത്തത്. കണ്ടില്ലേ, കുട്ടികളൊക്കെ നല്ല അടിപൊളിയായി മോൻ്റെ പാട്ടിനനുസരിച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തുടിയൊക്കെ കൊട്ടിയിട്ടും കൈച്ചേമ്പൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളി പാട്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. സാറമാരെ പാട്ട് പറയും വേണ്ട. അപ്പം അതൊന്നും എനിക്ക് കേൾപ്പിക്കാൻ ഉള്ള ധൈര്യം പോരാ. അതുകൊണ്ടാണ് ഞാൻ വല്ലാം കോപ്പിറൈറ്റ് ആയി പോയാലോ എന്നുള്ള പേടിയോടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിനിപ്പോൾ അവസാനം ആ ഒരു ഇതിലായി. പിന്നെ പുരസ്കാരം, നമ്മൾക്ക് സമ്മാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ 1st 2nd 3rd അതൊന്നുമില്ല കേട്ടോ.
അങ്ങനെയായിട്ടില്ല, ഉണ്ടെങ്കിലും അങ്ങനെ അതിനല്ല ഇമ്പോർട്ടൻ്റ്. ഇവിടെ എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി, എന്തൊക്കെ അറിവ് കിട്ടി എന്നുള്ള ആ ഒരു രീതിക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് ഭാഗമാണ്, കൊട്ടിക്കലാശാണ് കേട്ടോ. ആ കൊട്ടിക്കലാശത്തിൻ്റെ ആ സമയത്തുള്ള പാട്ടാണ് ഇത്. അവരുടെ അടുത്ത് നിൽക്കുന്നത് ഈ ആ ഒരാളെ കാണുന്നില്ലേ, റോസ് ഷർട്ട് ചുരിദാറിട്ട്, അവർ നല്ല നാടൻ പാട്ട് കലാകാരിയാണ്, വടകരക്കാരിയാണ്. അപ്പോൾ അവരെ മകള് അതേമാതിരി പിന്നെ അവരെ മകനും ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി പാട്ടായിരുന്നു. ഏതായിരുന്നു ആ പാട്ട് പാടിയത്, മറന്നു. നല്ല അസല് പാട്ട് പാടി. അങ്ങനെ ഒരു പാട്ടായിരുന്നു പാടിയത്, നല്ല അസല് പാട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികളെ കൂടെ തന്നെ എല്ലാവരും, സാറന്മാരും കുട്ടികളും എല്ലാം കൂടെ ഉള്ള ഒരു എന്താ പറയുക, ഒരു പ്രത്യേക അനുഭവമായിരുന്നു എന്ന് പറയും. ഒരു പ്രത്യേക അനുഭവം പറഞ്ഞിരിക്കാം, എന്താ പറയുക, നമുക്ക് വായോണ്ടൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഉള്ള കണ്ടില്ലേ, കുട്ടികളെല്ലാം ഇറങ്ങി നല്ല അടിപൊളിയായിട്ടോ. ഇതൊന്നും വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാനോ ഒന്നും ചെയ്യാനോ പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമായിരുന്നു ഈ ശില്പശാല. അത്രയും നല്ല ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, മോനിതാ സമ്മാനമൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അതിനിടയിൽ ഞങ്ങളൊരു നെയ് റോസ്റ്റ് മസാല ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും എടുത്തില്ല, തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഓക്കെ, ബൈ.